കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14:33. ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമത്രേ. ഒരിക്കലും ദൈവം കലക്കം മനഃപൂർവ്വമായി സൃഷ്ടിക്കുന്നില്ല. നമ്മുടെ ദൈവത്തിൻ്റെ പേര് തന്നെ സമാധാനത്തിൻ്റെ ദൈവം, സമാധാനത്തിൻ്റെ പ്രഭു, സമാധാനത്തിൻ്റെ രാജാവ്. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ ഒരു ഫലം കൂടിയാണ് സമാധാനം. നമ്മിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവവും പരിശുദ്ധാത്മാവിൻ്റെ ഫലവും നമ്മൾ നിക്ഷിപ്തമാണ്. അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. പലപ്പോഴും നാം അത് മനസ്സിലാക്കുന്നില്ല. ആത്മാവിൻ്റെ പ്രവൃത്തികളെ ആഴത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ ബന്ധപ്പെടുന്നുമുണ്ട്. നാം പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കീഴിൽ ആയാൽ മാത്രമേ ഈ സമാധാനം നമ്മിൽ നിന്ന് പുറപ്പെടുത്തുള്ളൂ. പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാതെ, ദൈവവചനത്തോട് സഹകരിക്കാതെ, കർത്താവിൻ്റെ നിയമങ്ങളോട് സഹകരിക്കാതെ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ മനസ്സില്ലാത്ത ആരിൽ നിന്നും സമാധാനം പുറപ്പെടുത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നാം കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മകളായി നമ്മൾ മാറും. എന്നാൽ ആ പദവി അത് സ്ഥിരമായി നിലനിൽക്കണമെങ്കിൽ നമ്മൾ സമാധാനപ്രിയരായി മാറണം. സമാധാനത്തിൽ ജീവിപ്പാനാണ് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതെന്ന് 1 കൊരിന്ത്യൻസ് 7:15 പറയുന്നു. വ്യക്തിപരമായി നാം ചിന്തിച്ചാൽ നമ്മളെല്ലാവരും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും സ്വയം തീരുമാനിക്കണം, എന്നിൽ സമാധാനം ഉണ്ടാകും, ഞാൻ സമാധാനം സൃഷ്ടിക്കും. സമാധാന അന്തരീക്ഷത്തെ കെടുത്തിക്കളയുന്ന യാതൊരു വാക്കുകളും എൻ്റെ വായിൽ നിന്ന് ഉണ്ടാകത്തില്ല. ഒരു തീരുമാനം നമ്മുടെ ചിന്തയിലും, നമ്മുടെ ചിന്തയാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ യഹോവയാൻ ദൈവം പറഞ്ഞു, ഈ കയ്യിൻ്റെ ഈ അകത്തിൽ പ്രസാദിക്കാതെ വന്നപ്പോൾ പാപം നിൻ്റെ വാതിക്കൽ കിടക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത് അവൻ്റെ ചിന്തയുടെ വാതിക്കലാണ് കിടന്നിരുന്നത്. അവൻ്റെ ചിന്തയിൽ നിന്ന് രൂപപ്പെട്ടതാണ് സഹോദരനെ കൊല്ലുക എന്നുള്ള ആ സംഭവത്തിൽ കലാശിച്ചത്. പലപ്പോഴും നമ്മുടെ ചിന്തകളാണ് ഒരു വ്യക്തിക്കെതിരെ തിരിയുന്നത്. നമുക്ക് സമാധാനമില്ല. മറ്റു വ്യക്തികളുമായി കമ്പാരിസൺ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഒന്നുമല്ലാതായിത്തീരുന്നു. അവിടെ ശരിക്കും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, നമ്മളൊന്നിനും കൊള്ളത്തില്ല എന്നുള്ളൊരു തോന്നലാണ് പലപ്പോഴും. നമ്മൾ ദൈവത്തിന് കൊള്ളത്തില്ല, കുടുംബാംഗങ്ങൾക്ക് കൊള്ളത്തില്ല, നമ്മളെക്കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നൊക്കെ വരുന്ന ഒരു ചിന്ത. നമ്മളെല്ലാത്തിനും മേലായിരിക്കണം, നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ ഉയർന്നിരിക്കണം എന്നുള്ള ഈ താല്പര്യം കൂടി വരുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇത് നമ്മുടെ ചിന്തയിൽ ഉരുവാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ചിന്തയിൽ നിന്ന് ഉരുവാകുന്ന ഈ സമാധാനത്തെ കെടുത്തിക്കളയുന്ന ചിന്തകൾ, വാക്കുകൾ, അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ശരീരത്തിലൂടെ പുറപ്പെടുന്നത്. അത് വാക്കായി പ്രവൃത്തിയായി നമ്മുടെ വായിലൂടെയും നമ്മുടെ അവയവങ്ങളിലൂടെയും അത് പ്രത്യക്ഷമായി വെളിപ്പെട്ട് അത് പാപത്തിന് കാരണമാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ഓരോ ഭർത്താവ് ചിന്തിക്കണം, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കണം, എൻ്റെ മക്കൾക്ക് സമാധാനം കൊടുക്കണം എന്നൊരു ചിന്ത ആ വ്യക്തിയിൽ ഉണ്ടായാൽ നിശ്ചയമായിട്ടും മദ്യപിക്കുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്തില്ല എന്നൊരു ദൈവവിധ പറഞ്ഞാലും മദ്യപിക്കുന്നവരെക്കാളും പ്രശ്നം സൃഷ്ടിക്കുന്ന കോപിഷ്ഠന്മാരും ദൈവസഭയ്ക്കകത്തുണ്ട്, ദൈവഭവനങ്ങളിലുണ്ട്. അതെന്തുകൊണ്ടാണ്? സമാധാനമില്ല. അവർ നിമിത്തം സമാധാനം കെട്ടുപോകുന്നു. ചില ഭാര്യമാർ, ചില സഹോദരിമാർ നിമിത്തം കുടുംബത്തിൽ സമാധാനം കെട്ടുപോകുന്നു. അവർക്ക് സമാധാനത്തെ കെടുത്തിക്കളയാൻ പറ്റുന്നു. വാക്കുകൾ നിമിത്തം, പ്രവൃത്തി നിമിത്തം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല, ഉത്തരവാദിത്വങ്ങൾ അത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, അത് നിമിത്തം ഉണ്ടാകുന്നത്. പിന്നെ പല സംശയം, അവിശ്വാസം, ഈ സ്നേഹക്കുറവ്, ഇതൊക്കെ നിമിത്തം വരുന്ന അസമാധാനം സൃഷ്ടിക്കുന്ന സ്വഭാവം ദൈവമക്കളിൽ നിന്ന് മാറിയാലേ ദൈവജനത്തിൻ്റെ കുടുംബം നന്നാകത്തുള്ളൂ. അതിന് വ്യക്തികൾ നന്നാകണം. കുടുംബത്തിലെ ഓരോ വ്യക്തികളും, ഭാര്യ, ഭർത്താവ്, അപ്പൻ, അമ്മ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ,
അതെല്ലാം വേറെ വ്യത്യാസം. പലതിനെയും ബേസ് ചെയ്ത്, പലപ്പോഴും പണത്തെ ബേസ് ചെയ്ത്, വിദ്യാഭ്യാസത്തെ ബേസ് ചെയ്ത്, സൗകര്യങ്ങളെ ബേസ് ചെയ്ത് മറ്റുള്ളവരെ അനുസരിക്കാതിരിക്കുക, വകവയ്ക്കാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ സമാധാന അന്തരീക്ഷത്തെ കെടുത്തിക്കളയുക ചെയ്യുന്നത്. ഇത് ദൈവഭവനത്തിൽ ഈ സമാധാനം ഉണ്ടാകാതിരുന്നാൽ ലോകത്തെങ്ങനെ സമാധാനം ഉണ്ടാകും? ദൈവമക്കളുടെ ഇടയിൽ പോലും സമാധാനം ഉണ്ടാകുന്നില്ല എങ്കിൽ ഈ ലോകത്തെങ്ങനെ സമാധാനം ഉണ്ടാവും? സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് നമ്മൾ ഒരിക്കലും അവരുടെ സമാധാനത്തെ കെടുത്തിക്കളഞ്ഞ് ആ അന്തരീക്ഷത്തെ നശിപ്പിക്കുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാകരുത്. എന്ന് വെച്ച് ദൈവത്തിൻ്റെ വചനം നാം അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ വേണം. വചനത്തിൽ നിന്ന് വലത്തോട്ട് ഇടത്തോട്ട് തിരിയരുത്. പക്ഷെ മനഃപൂർവ്വമായി ഇടർച്ച വരുത്തുന്ന രീതിയിൽ സമാധാന അന്തരീക്ഷത്തെ കെടുത്തിക്കളയുന്ന സ്വഭാവം ഓരോ ദൈവവൈതലിൻ്റെ ചിന്തയിൽ നിന്നും, ഹൃദയത്തിൽ നിന്നും, വാക്കിൽ നിന്നും, ശബ്ദത്തിൽ നിന്നും, പ്രവൃത്തി പദത്തിൽ നിന്നും, ഭവന അന്തരീക്ഷത്തിൽ നിന്നും, സഭാ അന്തരീക്ഷത്തിൽ നിന്നും തുടച്ചു മാറ്റിയാൽ മാത്രമേ ആ വ്യക്തി സമൂഹത്തിനും കൊള്ളാവുന്നവരായി തീരുന്നുള്ളൂ. അപ്പോൾ സമാധാനം ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. എത്ര അന്യഭാഷയെ പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും എന്തെല്ലാം ശുശ്രൂഷ ചെയ്താലും നീ സമാധാനപ്രിയനല്ല, സമാധാനത്തെ കെടുത്തിക്കളയുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഇത് ഞാനല്ല, കർത്താവ് പറയുന്നത്. ദൈവം ഒരിക്കലും കലക്കത്തിൻ്റെ ദൈവമല്ല. സഭാന്തരീക്ഷത്തിൽ ഞാൻ വലുത്, നീ വലുത്, ഇതെല്ലാം എവിടെ നിന്ന് വരുന്നു? ഇതെല്ലാം ഭവനത്തിൽ നിന്ന് വരുന്നു. വ്യക്തികളുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അത് വീട്ടിനകത്തും സഭയ്ക്കകത്തും വരുന്നത്. എല്ലാത്തിനും ബേസ് ചെയ്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് നമ്മളോട് പറയുന്നത്. നാം നിമിത്തം, നമ്മുടെ വാക്കു നിമിത്തം, നമ്മുടെ പ്രവൃത്തി നിമിത്തം, നമ്മുടെ മനഃപൂർവ്വമായി ആരുടെയും സമാധാനത്തെ ദൈവീയത്തിൽ ഒരു ദൈവമക്കളും കെടുത്തിക്കളയരുതേ എന്ന് അപേക്ഷിക്കുകയാണ്. കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും പൂർണ്ണ വിശ്വാസമുള്ളവരായിരിക്കണമെന്നില്ല. കുടുംബത്തിലെ അംഗങ്ങളായാലും ഈ സഭയിൽ കടന്നു വരുന്നവരായാലും തിരുവത്താഴം തന്നെ കൈക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്, ഘോരഘോരം ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അവരുടെ സമാധാനം പ്രകടമാകുന്നില്ല. പ്രശ്നങ്ങളുണ്ടാകാം, വാഗ്വാദങ്ങളുണ്ടാകും, ഇടർച്ചകളുണ്ടാകാം, തർക്കങ്ങളുണ്ടാകും. ഇവിടെയൊക്കെ സമാധാനത്തോടെ നമ്മളെല്ലാത്തിനെയും കൈകാര്യം ചെയ്യുവാനുള്ള ദൈവകൃപ, ദൈവ സാന്നിധ്യം, ഇന്ത്യ ജയം ഓരോ ദൈവ പൈതലിന് ആവശ്യമാണ്. നമുക്കറിയാലോ ഇന്ന് ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ ഇഷ്ടം, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ താല്പര്യങ്ങൾക്കൊത്തവണ്ണം മാതാപിതാക്കൾ പ്രവർത്തിക്കുന്നില്ല. അവരുടെ സൗകര്യങ്ങൾക്കൊത്തവണ്ണം പ്രവർത്തിക്കുന്നില്ല. അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം പ്രവർത്തിക്കുന്നില്ല. സമാധാനമില്ലാത്ത ജനത, സമാധാനമില്ലാത്ത തലമുറ മറ്റുള്ളവരുടെ സമാധാനത്തെ കെടുത്തിക്കളയുന്നു, സ്വസ്ഥതയെ കെടുത്തിക്കളയുവാണ്. പെട്ടെന്ന് വരുന്ന കോപത്തിനും ക്രോധത്തിനും ശാഠ്യത്തിനും മാത്സര്യത്തിനൊക്കെ ഈ സമാധാനത്തെ കെടുത്തിക്കളയുവാൻ സാധിക്കും. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബ അംഗങ്ങളിൽ സമാധാനം ദൈവം സൃഷ്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി മനഃപൂർവ്വമായി സമാധാനം ഉണ്ടാക്കണം. സമാധാനം മനഃപൂർവ്വമായി ഉണ്ടാക്കണം. അത് നാം പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ നമ്മുടെ സ്റ്റേറ്റിൽ, നമ്മുടെ പട്ടണത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നമില്ല എന്ന് കരുതി മിണ്ടാതിരിക്കരുത്. ദേശങ്ങളിൽ ഉണ്ടാകുന്ന അസമാധാനം നമ്മളെയും ബാധിക്കും, ദൈവമക്കളെ ബാധിക്കും, ദൈവജനത്തെ ബാധിക്കും. ഇന്ന് അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. സാക്ഷാൽ സമാധാനത്തിൻ്റെ പ്രഭുവായ യേശുക്രിസ്തു പാപികളും ദോഷികളുമായി തീർന്ന മാനവകുലത്തെ രക്ഷിപ്പാൻ തന്നെ നമുക്ക് വേണ്ടി പരമയാഗമാക്കി തൻ്റെ രക്തം കൊണ്ട് പിതാവിനോട് നിരപ്പിച്ചു. അങ്ങനെ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനം ഉണ്ടാക്കി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ വിശ്വസിക്കുന്നതിലൂടെ ദൈവത്തോടുള്ള സമാധാനം മാനവരാശിക്ക് ലഭ്യമാകുക. അപ്പം ഈ ദൈവത്തോട് സമാധാനമില്ലാത്തവരാണ് പലപ്പോഴും മനുഷ്യരുടെ സമാധാനത്തെ കെടുത്തിക്കളയുന്നതും മനുഷ്യരുടെ സമാധാനത്തെ ഇല്ലാതാക്കി കളയുന്നതും. ദൈവത്തോട് നിറപ്രാപിച്ച് ദൈവത്തോട് പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ നാം ചെയ്യുന്നതും നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ
നാം ചിന്തിക്കുന്ന വാക്കുകൾ, ചിന്തിക്കുന്ന പ്രവൃത്തികൾ, അത് നാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ, നാം ചിന്തിക്കുമ്പോൾ തന്നെ, ശരിക്കും പറഞ്ഞ ഒരു ദൈവവേദൻ ചിന്തിക്കുമ്പോൾ തന്നെ അവൻ ശരിക്കും പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, സ്ത്രീയെ മോഹത്തോട് നോക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ അവൻ ചിന്തിക്കുമ്പോൾ തന്നെ അത് പാപമായിട്ട് ദൈവം എണ്ണുകയാണ്. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. പഴയ നിയമത്തിൽ അങ്ങനെയല്ല, അത് ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിക്കുന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ അത് ചിന്തിക്കുമ്പോൾ തന്നെ പാപമായി മാറും. ഒന്നും വേണ്ട, ദൈവത്തിനെതിരെ പ്രവർത്തിച്ച ലൂസിഫർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുകളിൽ കയറും. അവൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ ഞാൻ സിംഹാസനം വയ്ക്കുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ദൈവം വെട്ടിയിട്ടത്. നമ്മുടെ ചിന്തകളെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുടുംബനാഥൻ്റെ, കുടുംബനാഥയുടെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, കുഞ്ഞുങ്ങളുടെ ഒക്കെ ചിന്തയെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരുവാൻ ദൈവമക്കൾ കരച്ചിലോടെ, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവം അത് ചെയ്യും. നമ്മുടെ ചെറിയ പ്രാർത്ഥനകൾ പോലും ദൈവം കേൾക്കുന്ന ദൈവമാണ്. അപ്പോൾ ദിവ്യ സ്വഭാവത്തിന് അനുരൂപമായി മാറണമെങ്കിൽ, നമ്മൾ ബുദ്ധിയുള്ള ആരാധന ദൈവസന്നിധിയിൽ കഴിക്കണമെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലം വിശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ ഇങ്ങനെ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച, ദൈവത്തോട് സമാധാനമുള്ള ഒരു വ്യക്തിക്ക് കുടുംബത്തിൽ എന്ത് വന്നാലും, ഇനിയിപ്പോൾ ഒരു മരണം തന്നെ സംഭവിച്ചാലും, എന്തെല്ലാം വലിയ വലിയ രോഗങ്ങളോ ആക്സിഡൻറ്റുകളോ അനർത്ഥങ്ങളോ എന്ത് തന്നെ ഉണ്ടായാലും അവർ ദൈവത്തോട് പരിഭവം കാണിക്കത്തില്ല, ദൈവത്തിനെതിരായി സംസാരിക്കത്തില്ല, ദൈവത്തിനെതിരെ വിരൽ ചൂണ്ടത്തില്ല. അത് കാരണം എന്താ? ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച ജനം, ദൈവത്തോട് സമാധാനമുള്ളവർ, അവർക്ക് ദൈവത്തെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ നാം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചിട്ടുണ്ടോ? ദൈവത്തോട് സമാധാനമുള്ളവരാണോ? ഇല്ല എങ്കിൽ ആ സമാധാനം നമുക്കുണ്ടാകണം. ഈ സമാധാനം നമുക്കുണ്ടായാൽ മാത്രമേ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ് സമാധാനം എന്ന് പറയുന്ന വരം. ഈ സമാധാനം എന്നെ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് അത് കർത്താവായ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സമാധാന പ്രഭുവിൻ്റെ നദി, സമാധാനത്തിൻ്റെ നദി നമ്മളിൽ നിന്ന് ഒഴുകത്തില്ലേ? നാം അത് ചിന്തിക്കണം. വചനത്തിൻ്റെ ഒരു നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ധ്യാനിക്കുമ്പോൾ വെറുതെ പറഞ്ഞു പോവുകയല്ല, വിശ്വസിച്ച് നാം അത് ഏറ്റെടുത്ത് നമ്മൾ പ്രാപിച്ചെടുക്കണം. അങ്ങനെ പ്രാപിച്ച ജനത്തെയാണ് ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അതിനായി നാം പ്രാർത്ഥിക്കുമെങ്കിൽ ക്രിസ്തു യേശുവിലൂടെ സമാധാനം നദി പോലെ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കും. അത് യെശയ്യാപ്രവചനത്തിൽ ഒരു വാഗ്ദത്തം പോലെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവത്തോടും മനുഷ്യരോടും നമുക്ക് സമാധാനം ഉണ്ടായിരിക്കണം. ദൈവത്തോട് സമാധാനം ഉള്ള ഒരു വ്യക്തിക്ക് നിശ്ചയമായിട്ടും മനുഷ്യനോടും സമാധാനം കാണിക്കാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ, അത് നമ്മൾ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമാണ്. അതൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവമക്കൾക്ക് എന്താ ബുദ്ധിമുട്ട്? സമാധാനത്തിൻ്റെ പ്രഭുവെ ഒന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ, അതൊന്ന് പ്രഖ്യാപിച്ച് പ്രാർത്ഥിപ്പാൻ, അതൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മളിൽ നിന്ന് സമാധാനത്തിൻ്റെ നദികൾ ഒഴുകും. എന്നാൽ ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം, ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കണം. പക്ഷേ അതൊക്കെ ഒരു പാപമായിട്ട് നിലനിൽക്കത്തക്ക രീതിയിൽ ഒരു തുടർമാന പ്രവൃത്തിയായി മാറുന്നത്, സന്ദർഭോചിതമായിട്ട് ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്ന രീതിയിൽ ഉള്ള ഉപദേശവും ശാസനയും ശിക്ഷണവും ഒക്കെ എല്ലാം കുടുംബത്തിനകത്ത് ആവശ്യമാണ്. അതെല്ലാം ക്രിസ്തുവിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ചെയ്യുവാൻ നമുക്ക് കഴിയുമെങ്കിൽ കർത്താവ് സമാധാനവും സ്വസ്ഥതയും കൊണ്ട് നമ്മെ നിറയ്ക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാട്ടെ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ഈ നാളുകൾ അനേക കുടുംബങ്ങളിൽ, യേശോപ്പ അനേക സഭകളിൽ സമാധാനമില്ലാതെ ജനം കലക്കവുമായി പ്രശ്നങ്ങളുമായി ദൈവമേ പല രീതികളിൽ ആകുലപ്പെടുകയും മനഃപൂർവ്വമായി പ്രശ്നം സൃഷ്ടിക്കുകയും കുടുംബാന്തരീക്ഷത്തെ സഭാന്തരീക്ഷത്തെയും കലക്കി കളയുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ കർത്താവേ. അങ്ങ് സമാധാനത്തിൻ്റെ പ്രഭു, അങ്ങ് സമാധാനത്തിൻ്റെ ദൈവം. അപ്പാ സ്തോത്രം, സ്തോത്രം യേശുവേ.
അങ്ങയുടെ ആത്മനദിയിൽ നിന്ന് സമാധാനം നിറഞ്ഞു കവിഞ്ഞ് അങ്ങയുടെ ജനത്തിലേക്ക്, സഭയിലേക്ക് ഒഴുകി, ആ ദേശത്തിലേക്ക് ഒഴുകി. കർത്താവേ സ്തോത്രം. ദേശത്തിനും സമാധാനം ഉണ്ടാകേണ്ടതിന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.